അല്ലാഹു നമ്മുടെ നിസ്കാരം നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല മാറ്റിത്തരട്ടെ. മുഅ്മിനീങ്ങളെ, ഈ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ആരാ? അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി. മുത്ത് ഹബീബിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരാള് ആകാശത്തോ ഭൂമിയിലോ അതിന്റെ അപ്പുറമോ അള്ളാഹുവിന്റെ സൃഷ്ടികളിലോ ജീവജാലങ്ങളിലോ ഇന്ന് വരെ ഉണ്ടാവുകയോ ഇനി ഉണ്ടാകാനോ ഇല്ല. ബഹുമാനപ്പെട്ടവരെ പറയപ്പെടൽ തന്നെ അഷ്റഫുൽ ഖൽഖ് എന്നാണ്. അള്ളാഹിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തി എന്നാണ്. അള്ളാഹു അവിടുത്തെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ. നമ്മളെ നിസ്കാരം അള്ളാഹു തആല അതിനൊരു കാരണമാക്കി തരട്ടെ. നോക്കൂ നിങ്ങൾ, എന്തെല്ലാം പ്രയാസങ്ങളാണ് മുത്ത് ഹബീബ് ഈ ഭൂമിയിൽ ജീവിക്കണ സമയത്ത് അനുഭവിച്ചത്. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചു. അതൊക്കെ ക്ഷമിച്ചത് ഈ ദീന് ഇവിടെ ഒന്ന് വളരണം, ഇസ്ലാം ഇവിടെ ഒന്ന് വളരണം, എന്റെ ഉമ്മത്ത് മുസ്ലിമീങ്ങൾ ലോകത്താകെ ഉണ്ടാകണം എന്ന് കരുതിയിട്ട് എല്ലാം ഇസ്ലാമിന് വേണ്ടി സഹിച്ചു. പ്രവാചകനായ മക്കയിൽ പ്രബോധനം തുടങ്ങുന്ന സമയമാണ്. മക്കക്കാരെ വല്ലാതെ പ്രയാസപ്പെടുത്തി. മക്കക്കാരെ ആക്രമിക്കാനും മാട്ടിവിടാനും പ്രയാസപ്പെടുത്താനും തുടങ്ങിയ സമയം ബഹുമാനപ്പെട്ടവർ ത്വായിഫിലേക്ക് ലക്ഷ്യമാക്കി പോവുകയാണ്. എന്തേ? ത്വായിഫിൽ തന്റെ ചില ബന്ധുക്കൾ അവിടെയുണ്ട്, ഉമ്മയുടെ ചില കുടുംബങ്ങൾ അവിടെയുണ്ട്. ത്വായിഫിലെത്തിയാൽ ത്വായിഫുകാർക്ക് തനിക്ക് സംരക്ഷണം തരുമെന്നും അവർ തനിക്ക് അഭയം തരുമെന്നും അവരെന്റെ കൂടെ വിശ്വസിക്കുമെന്നുമുള്ള വലിയ പ്രതീക്ഷയിൽ ത്വായിഫിലേക്ക് ചെല്ലുകയാണ്. ത്വായിഫിലെത്തിയപ്പോഴോ മക്കക്കാരെക്കാളും കഠിനമായ ശത്രുത കൊണ്ടാണ് അവർ സ്വീകരിച്ചത്. എന്തെല്ലാം പ്രയാസങ്ങളാണ് ത്വായിഫുകാർ ഏൽപ്പിച്ചത്. നടന്നു പോകുന്ന അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് കാലുകളിലേക്കും പാറയുടെ കല്ലുകൾ എടുത്ത് അവർ എറിയുകയാണ്. ഏറുകൊണ്ട് രണ്ട് കാലിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. കാലിലെ ഞരമ്പുകൾ പൊട്ടുകയാണ്, കാലുകളാകെ മുറിപ്പെടുകയാണ്. ഒരു അടി മുന്നോട്ട് നടക്കാൻ കഴിയുന്നില്ല. പ്രയാസമായ സമയത്ത് രണ്ട് മലഞ്ചെരുവുകൾക്കിടയിൽ വളരെ വിഷമത്തോടെ വേദന സഹിച്ചിരിക്കുകയാണ്. ആ രംഗം നമ്മൾ ചിന്തിച്ചു നോക്കണം. എത്രയേക്കാരപ്പോൾ അവിടെ നിന്ന് വേദനയായിട്ടുണ്ടാകുക. ആ സമയത്ത് നസലൽ അമീനു മലക്ക് ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ അള്ളാന്റെ കൽപ്പനയായിട്ടാണ് വരുന്നത്. നിങ്ങളെ ആക്രമിച്ച ഈ ജനതല്ലേ, ഞാനിതാ ഈ രണ്ട് മല അവരുടെ ഈ ത്വായിഫുകാരുടെ മേലിൽ രണ്ട് മലകൾ മറച്ചു. ഈ നിമിഷം മുതൽ ഈ നാട്ടിലൊരൊറ്റ മനുഷ്യനും ജീവനോടെ ഉണ്ടാവില്ല. അള്ളാന്റെ സമ്മതം വാങ്ങിയിട്ടാ വരുന്നത്. നിങ്ങളെ സമ്മതം ചെയ്യുന്നാൽ ഞാൻ ഒരപ്പടി നശിപ്പിച്ചു കളഞ്ഞോളാം. ആ സമയത്ത് അവിടുന്ന് പറഞ്ഞ മറുപടി വല്ലാത്ത അത്ഭുതമാണ്. ജിബ്രീലേ, ഫഇന്ന ഖൗമീ ലാ യഅലമൂൻ, എന്റെ ഈ ജനത അവർ യാതൊരു വിവരവുമില്ലാത്തവരാണ്. ഇവർ നശിപ്പിക്കപ്പെടുന്നതിലേറെ എനിക്ക് സന്തോഷമുള്ള കാര്യം എന്തെന്നറിയുമോ? ഇവരുടെ സന്താന പരമ്പരകളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ, ആരെങ്കിലും മുസ്ലിമായി ജീവിക്കാൻ തയ്യാറായാൽ അതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് വേറെ ഇല്ല. ക്ഷമിച്ചു. ഒരാളെ പോലും ശിക്ഷിക്കാൻ അവിടുന്ന് എന്തായില്ല, സമ്മതിച്ചില്ല. എനിക്ക് ഇവരെ അടങ്ങാറാകല്ല വേണ്ടി. ഇവരെ മക്കളിലോ ആരെങ്കിലും ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ എന്താണ് സന്തോഷം? അങ്ങനത്തെ ഒരു മനുഷ്യൻ ലോകത്തെവിടെയുള്ളത്? എല്ലാവർക്കും ആ പൊടി. എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായെങ്കിൽ ചിന്തിച്ചു നോക്കണേ. മക്കക്കാര് കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞില്ലേ? നബി തങ്ങളെ കൊല്ലണ ആളുകൾക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചില്ല. 100 ഒട്ടകം എന്ന് പറഞ്ഞാലേ ഇന്ന് നമ്മളെ നാട്ടിലത്തെ അന്ന് ഒരു ഒട്ടകം എന്ന് പറഞ്ഞാല് നമ്മളെ നാട്ടിൽ ഒരു ബെൻസ് കാറുള്ളതിനോട് തുല്യാണ്. അല്ലെങ്കിൽ ഒരു വലിയ ലോറി ഒരാളെ വീട്ടിലുള്ളതിന് തുല്യാണ് ഒരു ചുവന്നൊട്ടകം പെരിയിലുണ്ടാക്കുക എന്ന് പറഞ്ഞാല്. അങ്ങനത്തെ 100 ഒട്ടകമാണ് മക്കക്കാര് ഇനാം പ്രഖ്യാപിച്ചത്. ആർക്ക്? താലെടുത്ത് കൊണ്ടുവരുന്ന ആൾക്കാർ. സമയത്താണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നത്.
അൽഹംദുലില്ലാഹ് മദീനക്കാര് ഹൃദ്യമായ സ്വീകരണം നൽകിയപ്പോ ഇസ്ലാം സന്തോഷത്തിൽ മദീനയിൽ വളരുകയാണ്. അൻസാറുകളായ നാട്ടുകാർ എല്ലാ സഹായവും നൽകുകയാണ്. പിന്നീട് 8 വർഷങ്ങൾക്ക് ശേഷം മുത്ത് ഹബീബ് മക്കയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അന്ന് മക്ക പിടിച്ചടക്കുകയാണ്. കഅബ ഇസ്ലാമിന്റെ അധീനതയിലേക്ക് വരികയാണ്. അന്ന് നിങ്ങൾ നോക്കാണേ, വേണമെങ്കിൽ ഈ മക്കാരോട് അന്ന് പകരം വീട്ടാൻ അവസരം ഉണ്ടായിരുന്നല്ലോ. ആരൊക്കെയിലുള്ളതെന്ന് നിങ്ങള് ഉഹദ് യുദ്ധം നടന്ന സമയത്ത് എളാപ്പയായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിനെ കുന്തം കൊണ്ട് എറിഞ്ഞു വീഴ്ത്തിയ വഹ്ശി ഉണ്ട് ആ മക്കാരുടെ കൂട്ടത്തില്. എളാപ്പയുടെ കരള് നെഞ്ഞ് ഒരു കൈക്കോടാലി കൊണ്ടുവന്ന് മുറിച്ചെടുത്ത് കരള് പറിച്ചെടുത്ത് പച്ചക്ക് ചവച്ചു തുപ്പിയ ഹിന്ദ് എന്ന പെണ്ണ് അവിടെ ഉണ്ട്. അവരുടെ ഭർത്താവായ അബൂ സുഫിയാൻ ഉണ്ട്. ഈ തലക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ച പലരും അവിടെ ഉണ്ട്. രാത്രിയിൽ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞ ആളുകളുണ്ട്. നബി തങ്ങളെയും കുടുംബത്തിനെയും മക്കയിൽ നിന്ന് ഉപരോധം ഏർപ്പെടുത്തിയിട്ട് ഷുഐബ് അബൂ ത്വാലിബ് എന്ന് പറഞ്ഞ മലഞ്ചരിവിൽ കൊണ്ടാക്കിയ ആളുകളുണ്ട്. കഅബയിൽ എഴുത്ത് കെട്ടി തൂക്കിയിട്ടു മുഹമ്മദിനും കുടുംബത്തിനും കാശ് കൊടുത്താൽ പോലും ഇവിടുന്ന് ഭക്ഷണം കൊടുക്കരുത് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച ആൾക്കാർ ആ കൂട്ടത്തിലുണ്ട്. 3 കൊല്ലം മലഞ്ചരിവിൽ പച്ചല തിന്ന് ഭക്ഷിച്ചിട്ടുണ്ട്. ആ മലഞ്ചരിവ് കഴിഞ്ഞിട്ടുണ്ട്. കാരണം നാട്ടുകാർ ഉപരോധിച്ചു, നാട് മൊത്തം ഉപരോധിച്ചു. കഅബയിൽ നോട്ടീസ് തൂക്കി. എല്ലാവരോടും പകരം ചോദിക്കാമായിരുന്നല്ലോ. ഇത്രത്തോളം പ്രയാസപ്പെടുത്തിയ ഒരു ജനത വേറെ ഇല്ലല്ലോ. ആ ജനത മുഴുവൻ കാലിന്റെ കീഴിലിങ്ങനെ പൊട്ടിക്കരഞ്ഞു നിൽക്കുകയാണ്. ആ സമയത്ത് മുത്ത് ഹബീബ് അവരോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്: പ്രിയപ്പെട്ട മക്കക്കാരെ, മാതാ തന്തലുറൂന മിന്നീ, എന്തൊരു നടപടിയാണ് നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്? ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എല്ലാവരും മുഹമ്മദ് നമ്മളോട് പ്രതികാരം തീർക്കുമോ? നമ്മൾ കാണിച്ച അക്രമത്തിന് നമ്മളെ ആളെ എണ്ണം പിടിച്ച് കൊല നടത്തുമോ എന്ന പേടിയിലാണ് ഈ ചോദ്യം അവരോട് ചോദിച്ചപ്പോ അവരിൽ ചില ആളുകൾ ഒരു മറുപടി പറഞ്ഞു: മുഹമ്മദ് അൻത അഖുൻ കരീം വബ്നു അഖിൻ കരീം, മക്ക കണ്ട ഏറ്റവും വലിയ മാന്യനല്ലേ നീ, ഈ നാട് കണ്ട ഏറ്റവും വലിയ മാന്യന്റെ മകനല്ലേ നീ, അതുകൊണ്ട് മാന്യതക്ക് നിരക്കാത്ത ഒരു പ്രതികാര നടപടിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ആ സമയത്ത് അവിടുന്ന് മക്കക്കാരോട് പറഞ്ഞത്: ഇദ്ഹബൂ അൻതും തുലഖാ ലാ തസ്രീബ അലൈക്കുമുൽ യൗം, മക്കക്കാരെ നിങ്ങൾക്ക് പോകാം, ഇന്ന് നിങ്ങൾ എല്ലാവരും സ്വതന്ത്രരാണ്, എല്ലാവരെയും വെറുതെ വിടുകയാണ്, ആരോടും ഇന്നിവിടെ ശിക്ഷാ നടപടിയില്ല. എല്ലാരും വെറുതെ പോകാൻ പറഞ്ഞു. പക്ഷെ എന്തായാലും ആരും പോയില്ല. എവിടേക്ക് പോകണം? ഇനി എവിടേക്കാ പോലും പോകാനുള്ളത്? അബൂ സുഫിയാൻ ഉണ്ട് ഒരു ഭാഗത്ത്. ഹിന്ദ് മുത്തനബി തങ്ങളുടെ എളാപ്പയുടെ കരള് നെഞ്ഞി പിളർന്ന് കരള് കടിച്ച് തുപ്പിയ ഹിന്ദ് അവിടെ ഉണ്ട് ഒരു ഭാഗത്ത്. വഹ്ശി ഉണ്ട് അവിടെ. എല്ലാവരും ഉണ്ട്. ഓരോരുത്തരും ഒന്ന് ചോദിച്ചു: എനിക്ക് മാപ്പ് തരുമോ, എനിക്ക് മാപ്പ് തരുമോ? മാപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹിന്ദ് പോലും ഒന്ന് പറഞ്ഞു: അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ്. എല്ലാവരും മുസ്ലിമായി, ആരോടും പോകാൻ പറഞ്ഞിട്ട് പോയില്ല. ഒരാൾ മാത്രം ഓടി. ആര് നരങ്ങൾ? ഹംസ റളിയല്ലാഹു അൻഹു കുന്തം കൊണ്ടെറിഞ്ഞ വഹ്ശി. അയാൾ അങ്ങനെ അട്ടാസിച്ച് കരഞ്ഞിട്ട് മക്ക ഇവിടെ ഓരോ തെരുവിലൂടെ ഓടാൻ തുടങ്ങി. ആളുകൾ അദ്ദേഹത്തെ പിടിച്ചു വെച്ചിട്ട് പറഞ്ഞു: വഹ്ശി, നിങ്ങൾ എന്തിനാണ് ഈ ഓടുന്നത്? നിങ്ങൾ മുഹമ്മദിന്റെ അടുക്ക് ചെന്നോളി, നിങ്ങൾക്ക് മാപ്പ് തരും. പറഞ്ഞു: ഇല്ല ഇല്ല, ഖതൽതു ഖൈറൽ ഇബാദ്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഒരു സൃഷ്ടി മുത്ത് ഹബീബിന്റെ ഏറ്റവും പ്രിയപ്പെട്ട എളാപ്പയായ ഹംസയാണ് ഞാൻ കൊന്നത്, എനിക്ക് മാപ്പ് തരൂല. അവസാനം ആളുകൾ പിടിച്ചു കൊണ്ടുവന്നു ആ വഹ്ശിയെയും. ആ വഹ്ശിക്ക് പോലും മാപ്പ് കൊടുത്തില്ല. എന്നിട്ട് പറഞ്ഞു: വഹ്ശി, നിങ്ങൾ എന്റെ കൺമുമ്പിലേക്ക് വരരുത്. നിങ്ങളെ കാണുമ്പോ എന്റെ എളാപ്പയുടെ ആ മരണാണ് ഓർമ്മ, എനിക്ക് സഹിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് മാപ്പുണ്ട് കേട്ടോ. ആ മനുഷ്യനും ഷഹാദത്തിലും വലിയ മുസ്ലിമായില്ലേ? ചോദിച്ചു നോക്കാം. ഇങ്ങനത്തെ ഒരു നേതാവ് ലോകത്തുണ്ടെങ്കിൽ. അല്ലാഹു ഈ ഭൂമി പടച്ചതാ നേതാവിന് വേണ്ടിയാണ്. ആകാശം പടക്കപ്പെട്ടതും സ്വർഗം പടക്കപ്പെട്ടതും സൂര്യനെയും ചന്ദ്രനെയും എല്ലാം അല്ലാഹു സംവിധാനിച്ചതാ ഹബീബിന് വേണ്ടിയാണ്. എന്നാ ഇബാദത്തിന് വലിയ കുറവുണ്ടായിരുന്നു. എന്തിനോടത്ത് ഇബാദത്ത്?
ظلمت سنة من أحيا الظلام إلى أن استكت قدما الضر من مرمي. മാമ്പൂസൂരി തങ്ങൾ പറഞ്ഞത് അതാണ്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ മാമ്പൂസൂരി തങ്ങൾ മുത്തനബി തങ്ങൾ ഇങ്ങനെ മധുരിൽ പറഞ്ഞതാണ്. എനിക്ക് ആകെയുള്ളൊരു വിഷമം, ഞാൻ എന്റെ ശരീരത്തോട് അക്രമം ചെയ്തല്ലോ. എന്തേ അക്രമം എന്നറിയോ? എന്റെ ഹബീബ് നേരം പുലരുവോളം നിസ്കരിച്ച് 2 കാലിലും നരമ്പ് നീര് വന്ന് നടക്കാൻ പറ്റാതെ പ്രയാസപ്പെട്ടിരുന്നു. ആ ഹബീബിന്റെ സുന്നത്തിനോട് ഞാൻ അക്രമം ചെയ്തല്ലോ എന്നുള്ള ഒരു വിഷമാണ് എനിക്കുള്ളത്. നമ്മുടെ നേതാവ് അങ്ങനെയായിരുന്നു. ചില രാവുകളിലൊക്കെ നേരം പുലരുവോളം നിസ്കരിക്കുമായിരുന്നു. 2 കാലിൽ നീര് വന്നിട്ട് അനങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. നടക്കാൻ വല്ലാതെ പ്രയാസപ്പെട്ടിരുന്നു. ആ സമയത്ത് ആയിഷ ബീവി അവിടുത്തെ വേദന കണ്ട് പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ ചോദിച്ചിരുന്നു, നബിയേ, അല്ലാഹു എല്ലാം നിങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലേ? സ്വർഗം നിങ്ങൾക്ക് പടക്കപ്പെട്ടതല്ലേ? പിന്നെ ഇത്ര കഷ്ടപ്പെടുന്നത് എന്തിനാണ്? ആ സമയത്ത് അവിടുന്ന് പറഞ്ഞത്, അഫലാകൂന അബ്ദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷ? നമ്മളെ അവസ്ഥ ആലോചിക്കണം. ഒരാഴ്ച തറാവി നിസ്കരിച്ചപ്പോ തന്നെ തറാവി മതിയായി. ഞാൻ മൊത്തത്തിൽ പറഞ്ഞത് എല്ലാ നാട്ടിലത്തെ അവസ്ഥ പറഞ്ഞതാണ്. ഒരാഴ്ച തറാവി നിസ്കരിച്ചപ്പോ തന്നെ തറാവി മതി. അതെന്നാ 120 സ്പീഡിലാണ് നിസ്കരിച്ചത്, എന്നിട്ടും മതിയായി. വിത്തറ് മതിയായി. ഇനിയിപ്പോ ഇങ്ങനെ അങ്ങാടികളിലേക്ക് റോട്ടുകളൊക്കെ ഇറങ്ങും. സുബ്ഹാനല്ലാഹ്, അങ്ങാടികളിലേക്ക് ഇറങ്ങി നോക്കണം തറാവീന്റെ സമയത്ത്. വണ്ടൂരത്തെ ഒരു വീഡിയോ ഒന്നല്ല നമ്മളെ ഏമങ്ങാട്ടാരം വിട്ടെന്നുണ്ട്. ഒരു സമ്മേളനത്തിലുള്ള ആൾക്കാരുണ്ട്, സോഡ കുടിച്ചോട്ടെ, അതിന് കുഴപ്പമില്ല. ഇത് തറാവി നിസ്കാരം കഴിഞ്ഞിട്ട് സോഡ കുടിച്ചാൻ പോകണേ, അതൊരു രസാണല്ലോ. ഞാൻ നിസ്കരിച്ചിട്ട് ദാഹം തീർക്കാൻ പേരാണ്. ഇത് മഗ്‌രിബ് കഴിഞ്ഞ് നോമ്പ് തുറന്ന് പള്ള ഫുള്ളായി ഞാൻ സോഡക്ക് വരിക്കും. എവിടെത്തി നമ്മളെ ജനത? നമ്മളും ആ ഹബീബും തമ്മിൽ എന്ത് ബന്ധമുള്ളത് മുഅ്മിനീങ്ങളെ? പരിശുദ്ധ റമദാനിലെ 9ാമത്തെ തറാവിയാണെന്ന് നമ്മൾ നിസ്കരിക്കണം. നമ്മൾ തറാവി നിസ്കരിക്കുമ്പോ മഹാനായ അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാളെ മഹ്ശറിലും അല്ലാഹു എന്ത് പ്രതിഫല കൊടുക്കുക, അതിന്റെ ഒരു ചെറിയ വിഹിതം നമുക്കും ഉണ്ടാകും. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ പ്രതിഫലം തരണേ അല്ലാഹ്. അവിടത്തേക്ക് നൽകപ്പെടുന്ന പ്രതിഫലത്തിന്റെ കോടാനക്കോടിയിൽ ഒരു അംശം കിട്ടിയാൽ മതി, ഞങ്ങളെല്ലാം വിജയിച്ചവരായി മാറും. റബ്ബേ, ഞങ്ങളെ നിസ്കാരം അതിന് കാരണമാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് അതിന് തൗഫീഖ് തരണേ അല്ലാഹ്. ഒരു കുഞ്ഞു മസലുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളെ തറാവി നിസ്കരിച്ചാൽ പിന്നെ ഒരാൾ ചോദിച്ച 2 ചോദ്യം ഉണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ അതിന് മറുപടി അരുത്. അതിന്റെ മുമ്പ് വന്നൊരു ചോദ്യം ഉണ്ടായതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാക്കരുത്. കണ്ടേ ഒരാളെ ചോദിച്ചാൽ ഞങ്ങൾ പെരയിലൊക്കെ ചെറിയ കുട്ടികൾ ഇമാമക്കും വലിയൊരു മൗമൂമാകും, അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുട്ടികൾ തന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെ ഇസ്ലാമിൽ പ്രായപൂർത്തിയാകാൻ നമുക്കറിയില്ല, 18 വയസ്സൊന്നും ആകേണ്ട ആവശ്യമില്ല കേട്ടോ. വയസ്സുകൊണ്ടാണെങ്കിൽ 15 വയസ്സായാൽ തന്നെ ഇസ്ലാമിൽ പോലും പ്രായപൂർത്തിയാകും, ആൺകുട്ടിയാലും പെൺകുട്ടിയാലും. ഞാൻ 15 വയസ്സിന്റെ മുമ്പ് ഇപ്പൊ ഒരു 12 വയസ്സിൽ 13 വയസ്സിലൊക്കെ ബീജസ്ഖലനം തുടങ്ങിയാൽ ആണിന് പ്രായപൂർത്തിയായി. ഹയല് തുടങ്ങിയാൽ ഒരു പെൺകുട്ടിയും പ്രായപൂർത്തിയായി. ഇപ്പൊ നമ്മളെ നാട്ടിൽ ഒരു കണക്കനുസരിച്ച് ഒരു 11-12 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ഏകദേശം കുട്ടികൾക്ക് പ്രായപൂർത്തിയാവും. അപ്പോൾ പിന്നെ ഒരു നിസ്കാരം നോമ്പൊക്കെ നിർബന്ധമുള്ള ആ വലിയ ആളുകളെ പെട്ടിയിൽ പെട്ടു. ഒരു പിന്നെ കുട്ടീനെ നമ്മള് നാടൻ വർത്താനം പറഞ്ഞാലും ഇസ്ലാമിൽ ഓല ആരല്ല, കുട്ടികളല്ല. ഇത് അതിന്റെ താഴെ ഒരു 10-15 വയസ്സായ കുട്ടിയാണ്, പ്രായപൂർത്തി ഒന്നും ആയിട്ടില്ല, ബീജസ്ഖലനം തുടങ്ങിയിട്ടില്ല, 15 വയസ്സ് ഏതായാലും ആയിട്ടില്ല. അപ്പൊ അങ്ങനത്തെ കുട്ടികൾ ഇമാമെന്നാൽ പോലെ ബേക്കിൽ നിന്നും കണ്ട് പ്രായം തികഞ്ഞ ആളുകളൊക്കെ നിസ്കരിക്കാമോ? നിസ്കരിക്കാം, നിസ്കാരം സ്വഹീഹാകും, തടസ്സമൊന്നുമില്ല. ആ കുട്ടിക്ക് ഓത്തും നിസ്കാരത്തിന്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാൽ മതി, അറിഞ്ഞാൽ മതി. എന്നാ പിന്നെ മുതിർന്ന ആളുകൾക്ക് വേഗം നിസ്കരിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല, നിസ്കാരം സ്വഹീഹാകും.
അനുവദനീയവുമാണ്. എന്നാൽ ഷാഫി മതബിലെ ചില ഇമാമികളൊക്കെ അങ്ങനെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പിറകിൽ നിന്ന് പ്രായം തികഞ്ഞൊരു നിസ്കാരം കറാഹത്താണ് എന്ന് അഭിപ്രായപ്പെട്ട ഇമാമികളും മദ്ഹബിൽ കുറെ ഉണ്ട്. എല്ലാവരും പറയുന്നത് നിസ്കാരവും ജമാഅത്തും എന്താകുമെന്ന് തന്നെയാണ് ശരിയാകുന്നത്. അതിന് പറയുന്നൊരു തെളിവെന്താന്ന് ചോദിച്ചാൽ മഹാനായ അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അംർ ഇബ്നു സലിമ എന്ന് പറയുന്ന ഒരു 7 or 8 വയസ്സായ കുട്ടി മുത്ത് ഹബീബിന്റെ സമ്മതത്തോടെ അവരുടെ കബീലക്കാർക്ക് ഇമാം നിന്നിരുന്നു ആണെങ്കിൽ ആ കബീലയിൽ ഖുർആനും മോത്തൊക്കെ പഠിച്ച കുട്ടി ആരേക്കാരം അദ്ദേഹക്കാരുണ്ടാകാം, ബാക്കിയുള്ളവരൊക്കെ ഇസ്ലാമിന്റെ തുടക്കകാലാണ്, അതുകൊണ്ടാകാം. ഏതാണെങ്കിലും നിസ്കാരം സ്വഹിയാവും തന്നെയാണ് മസല. ജമാഅത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നിസ്കാരം സ്വഹിയാകാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ബാക്കി മസല ഇൻഷാ അല്ലാഹ് നാളെ പറയും. കുറെ ആൾക്കാർ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും നാമീം പറയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും ഞങ്ങളെ ഈ ക്ലാസ് കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തുകയും ചെയ്യുന്ന 100 കണക്കിന് മുഅ്മിനീങ്ങളുണ്ട് റബ്ബേ. പല നാടുകളിലുണ്ട്, വിദേശത്തും സ്വന്തം നാട്ടിലും പല ജില്ലകളിലുണ്ട്. എല്ലാവർക്കും നീ പുറത്തു തരണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് നൽകണേ അല്ലാഹ്. നിന്റെ സ്വർഗം നൽകണേ അല്ലാഹ്. മുത്ത് ഹബീബിന്റെ കൂടെ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. ആ ഹബീബിന്റെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവിടുത്തെ ശരിയായ ഉമ്മത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നമ്മുടെ ഈ ദർസിൽ പഠിക്കുന്ന കരുളായിലുള്ള ലബീബ് എന്ന് പറഞ്ഞൊരു കുട്ടി, ആ കുട്ടിയുടെ വല്ലിപ്പ ഇന്നലെ രാവിലെ മരണപ്പെട്ടിരുന്നു. അല്ലാഹു ആ വല്ലിപ്പാന്റെ ഖബറിടം സ്വർഗമാക്കണേ അല്ലാഹ്. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ജീവിതകാലത്ത് ചെയ്ത നന്മകളൊക്കെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ സവാബ് അവർക്ക് സമ്മാനിക്കണേ അല്ലാഹ്. സ്വർഗീയമായ ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും മറ്റുള്ള എല്ലാ അനുഭൂതികളും അവർക്ക് നൽകണേ അല്ലാഹ്. ഇന്ന് വഴിക്കട ഭാഗത്തുനിന്ന് സയ്യിദാക്ക എന്ന് പറഞ്ഞൊരു സഹോദരൻ വിളിച്ചിട്ട് 4 വർഷമായി സ്ട്രോക്ക് വന്ന് ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്ന് കിടപ്പിലാണ്. ഇപ്പോൾ അടുത്ത അദ്ദേഹത്തിന്റെ ഭാര്യക്ക് ക്യാൻസർ പിടിപെടുകയും ചെയ്തിട്ടുണ്ട്. വലിയ വിഷമം പറഞ്ഞ് അല്ലാഹു ആ സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. അവരുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അബ്ബേ, അവർക്ക് നീ സന്തോഷം നൽകണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. റബ്ബേ, മാളിയേക്കൽ ഭാഗത്തുള്ള ഒരു സഹോദരി ഷുഗർ വന്ന് കാല് മുറിക്കപ്പെട്ട് രോഗിയായ ഒരു സഹോദരിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ സഹോദരിയുടെ 2 നാത്തൂന്മാര്, കരുളായിക്കാരായ 2 സഹോദരിമാര് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ആ സഹോദരിമാർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവിടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ഷുഗറും മറ്റു പ്രയാസങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അവരുടെയൊക്കെ കുടുംബത്തിൽ വലിയ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഇവിടെ തറാവീന് ഒരുമിച്ച് കൂടി ഞങ്ങളെ ഒക്കെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാഹ്. ഈ റമളാനിൽ നരകമോചനം എഴുതപ്പെട്ട് സ്വർഗീയ പ്രവേശനം എഴുതപ്പെടുന്നവരിൽ ഞങ്ങളെ ഒക്കെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ തറാവീഹും ഈ മജ്ലിസും ദുആയും നീ കാരണമാക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നാളെ രാവിലെ നമ്മളെ സ്ത്രീകളെ ക്ലാസ് ഉണ്ട് 10 മണിക്ക്. എല്ലാവരും വീടുകളിലൊക്കെ വിവരം പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.